നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വാർഷിക പൊതുയോഗം ലഹരിവിരുദ്ധ ദിനാചരണവും നടത്തി ഇളങ്ങവം NSS കരയോഗം സഭാംഗം PP സജീവ് ഉദ്ഘാടനം ചെയ്തു. ഇളങ്ങവം NSS കരയോഗത്തിൽ വാർഷിക പൊതുയോഗവും ലഹരിവിരുദ്ധ ദിനാചരണവും സംഘടിപ്പിച്ചു. NSS പ്രതിനിധി സഭാംഗം PP സജീവ് ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ച് പലപ്പോഴും ഒരു ബീഡി വലിക്കണമെങ്കിൽ സിഗരറ്റ് വലിക്കണമെങ്കിൽ നാം പേടിച്ചായിരുന്നു പലപ്പോഴും അത് വലിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകിൽ അത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഴയ കാലത്താണെങ്കിൽ അയാൾ ഉത്തരത്തിൻ്റെ പഴുതിൽ കഴിക്കോലിൻ്റെ പഴുതിൽ കയറ്റി വയ്ക്കും. ഇതൊക്കെ നാട്ടിൻപുറത്ത് ഇതിപ്പോൾ പ്രായമായവർ കൂടി അല്ലെങ്കിൽ 50 വയസ്സ് ചുറ്റിപ്പൊട്ടി നിൽക്കുന്നവർ കൂടി ഉള്ളതെന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെയായിരുന്നു സിഗരറ്റിൻ്റെയും അതുപോലെ തന്നെ ബീഡിയുടെയും ഉപയോഗമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് നാട്ടിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ലഹരി എന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗമായിരുന്നു. മുറുക്കാൻ ഉപയോഗിക്കുക എന്ന് പറയും. അപ്പോൾ ആ നാളുകളിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നായർ ഭവനങ്ങളിൽ ഒരു വിവാഹമോ ഒരു മരണമോ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ അവിടെ വച്ചിരിക്കുന്ന സാധനം ഒന്നുകിൽ ബീഡിയും സിഗരറ്റ് ലാമ്പും അതുപോലെ തന്നെ വെറ്റിലയും അടക്കയും ഒക്കെ വെക്കുന്ന മുറുക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് അന്ന് നമുക്ക് അജ്ഞതയായിരുന്നു എന്ന് ചോദിച്ചാൽ അജ്ഞതയായിരുന്നു. സമൂഹത്തിന്റെ അജ്ഞത നമ്മെയും ബാധിച്ചിരുന്നു, നമ്മുടെ ചടങ്ങുകളെയും ബാധിച്ചിരുന്നു. കരയോഗം പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു. ലഹരിവിരുദ്ധ ക്ലാസിനും ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്കും PP സജീവ് നേതൃത്വം നൽകി. കരയോഗം സെക്രട്ടറി വേണു ബ്ലാവിൽ, AD മധുസൂദനൻ നായർ, സോമനാഥൻ നായർ, ശ്രീജ അജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.